തിരുവനന്തപുരം ജില്ലയിലെ പാറശാല പരശുക്കലിനടുത്തുള്ള ഒരു അതിമനോഹരമായ വീടിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ വീടാണ് അതിമനോഹരമായൊരു വീടാണ്. ഒരു ഏകദേശം 45 ലക്ഷം രൂപ ചെലവ് അഴിച്ച് നിർമ്മിച്ചിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണിത്. നമുക്ക് ഈ അതിമനോഹരമായ വീടിൻ്റെ ശില്പികളെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. ക്രിസ്റ്റഫർ കൺസ്ട്രക്ഷൻസ് ആണ് ഈ മനോഹരമായ വീട് പണികഴിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ആ ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ വീടിൻ്റെ അകം കണ്ടില്ല, എനിക്ക് വീടിൻ്റെ അകമൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ കയറി കാണുന്നതിന് മുമ്പ് എനിക്ക് ഈ സിറ്റൗട്ടിനെ കുറിച്ചൊന്ന് പറയാം. ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഈ പില്ലർ. എന്താണ് ഈ പില്ലറിന്റെ സീക്രട്ട്? ഇതെന്താണ്, സിമെന്റിലാണോ ഈ വർക്ക് മൊത്തം ചെയ്തിരിക്കുന്നത്? ആണല്ലേ. മൊത്തം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഇത് മൊത്തം നമുക്ക് 2300 സ്ക്വയർ ഫീറ്റ്. പുറമേ നിന്ന് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ജനൽ വാതിലൊക്കെ ഏകദേശം തടിയുടെ വർക്കാണ്. എല്ലാം തേക്കിന്റെ മരമാണ്. തേക്കിന്റെ ആണ്. ഓക്കെ. അതുകൊണ്ടാണോ ഇത്രയും ചെലവ് ഉണ്ടാകുന്നത്? എല്ലാം മരത്തിലാണ്. നമ്മൾ സ്റ്റെയർകേസിന്റെ അലമാരയായാലും എല്ലാം മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം തേക്കിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? തേക്കിലും മഹാഗണി മരമുണ്ട്. മഹാഗണിയുണ്ട്. ഓക്കെ. സ്റ്റെയർകേസിന്റെ എല്ലാം തേക്കിലും. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ സിറ്റൗട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 6x4. ഇതിൻ്റെ ടൈൽസ് വളരെ നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു ഡാർക്ക് പാറ്റേൺ ആണ്. 2x4 ആണ് ഈ വാൾ ടൈൽ. മറ്റെങ്ങും കാണാത്ത ഒരു ഡിഫറെൻ്റ് ടൈപ്പാണ് ഇത്. 2x1.5 സൈസിലുള്ള ഒരു പ്രത്യേകതരം ഗ്രിപ്പുള്ള ഒരു പ്രത്യേകതരം ടൈലാണ് ഈ ഉപയോഗിച്ചിരിക്കുന്നത്. ജോൺസൺ കമ്പനിയുടെയാണ്. ഇത് യഥാർത്ഥത്തിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ മുകൾ ഭാഗം. നമുക്കിപ്പോൾ ഫാൾ സീലിംഗ് എന്തായാലും ഇവിടെ ചെയ്തിട്ടില്ല. ചെയ്യാതെ തന്നെ അത് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബോർഡർ അവരവിടെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പ്ലാവാണോ അതോ തേക്കാണോ? തേക്കിൻ്റെ ആണ്. ഓക്കെ. ഇത് ഹാൻഡ് ജോബാണോ? ഇത് ശരിക്കും ഇങ്ങനെ മെഷീൻ? ഓക്കെ. കട്ടലായി നമുക്ക് വലിയ കട്ടല 10 ഇഞ്ച് കട്ടലാണ്. പ്യുവർ തടി തന്നെയാണ്, അല്ലാതെ ഇത് ശരിക്കും പൊള്ളായിട്ട് അതിന്റെ ഡിസൈൻ അങ്ങനെയല്ലല്ലോ? മൊത്തം വീതി കൂടി തടിയാ. ആദ്യത്തെ കാര്യങ്ങളൊക്കെ ഇടുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലിവിങ് റൂം. ട്രഡീഷണൽ ഒരു രീതിയിലാണ് ഒറ്റ നോട്ടത്തിൽ ഇവിടെ കാണുമ്പോൾ. ശരിക്കും ഒരു മോഡൽ അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. ഡൈനിങ് ഹാള്. ഇവിടെ തന്നെ നമുക്ക് സ്റ്റെയർകേസും കയറുന്നുണ്ട്. ഇത് 18 അടി നീളവും 11 അടി വീതിയും. ക്ലൈന്റ് ആവശ്യപ്പെടുന്ന അനുസരിച്ചാണോ ചേട്ടനെ അതിന്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്, അതോ ചേട്ടന്റെ ഒരു ഐഡിയ ആണോ? അല്ല, അവരെയും കൂടെ അവരാഗ്രഹം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. അവര് ആവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ. ഓക്കെ. പക്ഷെ ഇതിന്റെ ഒരു ഇരിക്കുമ്പോൾ ഉള്ള ആ ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, അത് ശരിക്കും ഇപ്പോഴത്തെ മോഡേൺ സിറ്റിംഗ് അറേഞ്ച്മെന്റിലൊന്നും നമുക്ക് കിട്ടില്ല. ഇതെന്താണ് സംഭവം? ഇവിടെ ഇങ്ങനെ ഒന്ന് കൊടുക്കാൻ കാരണം പ്രകാശം വരാൻ വേറെ സോഴ്സ് ഇല്ലാത്തതും കൂടി ആയിരിക്കാം ഒരു കാരണം അല്ലേ? ഇവിടെ ഒരു വിൻഡോ കൊടുത്തത്. 3 വിൻഡോ ഉണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ 3 പാളി, അവിടെ 3 പാളി, 3 വിൻഡോ നമുക്ക് ഇവിടെ ഉണ്ട്. ഹാൻഡ് റെയിൽ ഇതും ഫുൾ തടിയുടെ പണി തന്നെയാണല്ലേ? ഇതെന്താണ് ഇതിന്റെ ശരിക്കും സീക്രട്ട് എന്താണ്? നമ്മൾ പൂശിയിട്ട് ഇതുപോലെ ലൈൻ നമ്പർ കുരുവട്ടി എടുത്തിട്ട് അതിന്റെ മുകളിൽ പെയിന്റിങ്, പ്രൊഫൈൽ പെയിന്റ്. അതെ, 2 സൈഡിലും ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും സംഭവം ഉഗ്രനായിട്ടുണ്ട്. അപ്പോൾ വേറെ ഇത് ഡൈനിങ്ങിന്റെ ഇതെന്താണ് ഈ ഒരു സ്പേസ് ഇങ്ങനെ ഒരു ശരിക്കും ഇവിടെ നമുക്ക് ഇത്രയും സ്പേസ് ഉള്ളൂ. ഇത്രയും സ്പേസ് ഇത് ശരിക്കും എത്ര ഏരിയ ആണ് ഈ വീടിന്റെ ടോട്ടൽ ഗ്രൗണ്ട് ഏരിയ എന്ന് പറയുന്നത്? ഗ്രൗണ്ട് ഏരിയ നമുക്ക് 1100. അതുപോലെ തന്നെ മേളിൽ നമുക്ക് 1100 ഉണ്ട്. ഡൈനിങ് ടേബിൾ അല്ലേ? ഡൈനിങ് ടേബിളും അതിനൊക്കെ നമ്മളെ കസേരയൊക്കെ അല്പം ഡിസൈൻ ചെയ്താണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇത് കിച്ചൺ ആണല്ലേ ഇവിടെ? അങ്ങോട്ട് കിച്ചൺ. മെയിൻ കിച്ചൺ ഇതാണ് മെയിൻ കിച്ചൺ. ഇവിടെ ഒരു മരം കൊണ്ട് ഇവിടെ ഒരു അലമാര നൈറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. അതും ശരിക്കും പാർട്ടി ആവശ്യപ്പെട്ട തന്നെയാണ്, തടിയുടെ. ഇത് മഹാഗണി മരം. ഇത് പുകയില്ലാത്ത അടുപ്പ്. അകത്ത് പുക വരില്ല, പുറത്ത് നമുക്ക് പുറത്തുകൂടെ പുക പോയിക്കോളും. ഇവിടെ പുക ഒന്നും വരില്ല. കോൺക്രീറ്റ് ചെയ്തിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് ഗ്രാനൈറ്റ് ഇട്ടിരിക്കും. ഈ ടൈൽസ്, അതായത് ഇതൊരു വുഡൻ മാറ്റ് ഫിനിഷാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരു കാരണവശാലും നമ്മൾ തെന്നി വീഴുമെന്നോ ഇച്ചിരി വെള്ളം കിടന്നാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്കൊരു ഒരാപത്തും സംഭവിക്കില്ല എന്ന് ചുരുക്കം. അങ്ങനത്തെ ഒരു നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ്. വുഡൻ മാറ്റ് ഫിനിഷാണ്. ഒരു മണ്ണിൻ്റെ തരം കളർ കൂടി ഇടകലർന്ന് വരുന്ന ഒരു നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്.
ചേട്ടാ അപ്പോൾ ഇത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ റൂമാണ് അല്ലേ? ഓക്കെ. ഇതിൻ്റെ സൈസിന് എന്താണ് ഇത് പറയുന്നത്? എത്രയാണ് അളവ്? 11-10 അല്ലേ? അപ്പോൾ ഇത് വരുമ്പോൾ ബാത്റൂമാണ്. ബാത്റൂമും അവിടെ 2 വിൻഡോ, അവിടെ ഒരു 3 പാളിയുണ്ട്, ഇവിടെ 2 പാളിയുണ്ട്. 3 പാളിയുടെ ഒരു വിൻഡോയും പിന്നെ 2 പാളിയുടെ ഒരു വിൻഡോയും. അപ്പോൾ ഈ 2 സംഭവം നമുക്ക് ഈ 2 സൈഡിൽ നിന്ന് നല്ല കാറ്റും വെളിച്ചവും കിട്ടും. നല്ല കാറ്റും വെളിച്ചവും കിട്ടും. അതുപോലെ ഈ ഇതെന്താണ് സംഭവം? അലമാരയിൽ. അതുപോലെ ഈ ഡോറിന് ഏത് തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇത് അൽക്കേഷ്യ. ബാത്റൂം ഒന്ന് നോക്കാം. ആ ബാത്റൂം 4 കാറിന് 6 ഇതിൻ്റെ അളവ്. 4 കാറ് 10 അടി ഹൈറ്റിൽ നമ്മൾ 10 അടി ഹൈറ്റിലാണ് ചെയ്യുന്നത്. ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, എല്ലാത്തിലും ഒരു ഡാർക്ക് പാറ്റേൺ ആണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും തറയും ബാത്റൂമും എല്ലാം അങ്ങനത്തെ ഒരു ഡാർക്ക് പാറ്റേൺ ആണ്. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇതിന്റെ അളവ് എത്രയാണ് ചേട്ടാ? ഇത് അല്പം കൂടുതലാണ്. ഇത് 16 അടി ഉണ്ട്. 16 നീളമാണ്. അപ്പോൾ ഇതിപ്പോൾ 3 കോട്ട് ബെഡ് ഇട്ടിട്ടും നമുക്ക് ഇത്രയും സ്പേസ് കിട്ടും. ഒരു ഫാമിലി കോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ യാതൊരു വിധ സ്പേസിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട അല്ലേ? ഇവിടെ ഒരു സെപ്പറേറ്റ് അലമാര, ഇങ്ങനെ ഒരു പഴയ അലമാര വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ മറ്റേ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി വ്യത്യാസം തോന്നുന്നുണ്ടല്ലോ അല്ലേ? കുറച്ചുകൂടി വലുതാണ്. അല്പം കൂടെ സ്പേസ് കുറച്ചുകൂടി എല്ലാ സാധനങ്ങളും വയ്ക്കാവുന്ന രീതിയിലാണ്. അപ്പോൾ എല്ലാത്തിലും വളരെ നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ ചോദിക്കുന്നതല്ല, ഇത് സംഭവം തേക്കിൽ ഇത്രയും ചെയ്യണമെങ്കിൽ തന്നെ നല്ല പണിയുണ്ടല്ലോ. നല്ല പണിയുണ്ട്. നല്ല നല്ല വണ്ണത്തിലാണ് നമ്മൾ കാലെടുത്ത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഡിസൈൻ വർക്കൊക്കെ ഭയങ്കര വർക്കാണ്. ഇതല്ലേ? ഇതല്ല, ഈ ചാല എടുത്തിരിക്കുകയാണല്ലോ ഇങ്ങനെ. ഇതെല്ലാം ശരിക്കും നല്ല വർക്കാണ്. മെഷീൻ അല്ല, ഇതെല്ലാം കൈകൊണ്ട് തന്നെ ചെയ്തതാണ്. മാറ്റ് ഫിനിഷ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇത് തറയുടെ ഇതെന്താണ്? ഇത് ഗ്രാനൈറ്റ് ആണോ? ഫുൾ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഹാൻഡ് റെയിലിൻ്റെ ഇത് മുകളിലോട്ട് ഇങ്ങനെ ഇവിടെയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചേട്ടാ, നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന ഇത് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ ഉള്ള ഹാളിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് പ്രകാശം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിൻഡോ ഓപ്പൺ ചെയ്യേണ്ടി വരും. സിറ്റ് ഔട്ടിൽ നിന്ന് വെളിച്ചം വരും. ബോർഡർ പിടിച്ചിരിക്കുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് സീലിംഗ് ചെയ്ത ഒരു ഫീൽ മുകളിൽ കിട്ടുന്നുണ്ട്. ഈ ഹാളിൻ്റെ 11-15. അതുപോലെ ടൈൽസ് ഏതാണ് ഉപയോഗിച്ചിരിക്കുക? പിന്നെ എന്ത് തടിയുടെ വർക്കാണ് ചെയ്തിരിക്കുന്നത്? ഇതിൽ ഈ അലമാര ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് വളരെ ലെവലോട് കൂടിയാണ് ഇതിൻ്റെ പണി ചെയ്തിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ബെൻഡോ മറ്റു യാതൊരു കാര്യങ്ങളോ കാണുന്നതല്ല. അപ്പോൾ അതെന്താണ് സംഭവം? ഇത് എത്ര സൈസ് എത്രയാണ്? ഇത് 11-10. 2 വിൻഡോ ഉണ്ട്. ഓക്കെ. 2 പാളിയുണ്ട്. അവിടെ ഒരു 3 പാളിയുണ്ട്. ഓക്കെ. നല്ല സർക്കുലേഷൻ വരും. നമ്മൾ ഇതിന്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് ചുടുകല്ലാണ് അല്ലേ? ചുടുകല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫൗണ്ടേഷൻ ശരിക്കും ബെൽറ്റ് കോൺക്രീറ്റോ ബാക്കിയെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് എത്ര നില വരെ നമുക്ക് ചെയ്യാൻ പറ്റും? ഇതിൽ എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പം ആണല്ലേ? ഡബിൾ കോട്ടിംഗ് ആണ്. ഇതിനൊരു കംപ്ലൈന്റും വരില്ല. ഓക്കെ. ഇത് ഒരു ബെഡ്റൂം. നമുക്ക് ഇവിടെ 4 ബെഡ്റൂം ഉണ്ട്. 4 ബെഡ്റൂമാണ് ഏറ്റവും മുകളിൽ. 4 ബെഡ്റൂം. ഇവിടെ ഇത് 2ാമത്തെ ബെഡ്റൂം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഇത് ബെഡ് ഇടുമ്പോഴേ ഒരു 3 ബെഡ് നമുക്ക് ഒരു ഫാമിലി കോട്ട് ഇടാൻ പറ്റുമോ ഇതിനുള്ളിൽ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടല്ലേ? അതുപോലെ ഈ അലമാര നമ്മൾ പറഞ്ഞ പോലെ തന്നെ മഹാഗനി മരമാണ്. ഇവിടെ 2 വിൻഡോ ആണ്. നമുക്ക് 3 പാളിയുണ്ട്, ഇവിടെ 2 പാളിയുണ്ട്. ഇവിടെ ഈ അറ്റാച്ച്ഡ് അത് നമ്മൾ കണ്ടില്ലേ? ഇവിടെ ശരിക്കും മുകളറ്റം വരെയും നമ്മൾ ടൈൽസ് കൊടുത്തിരിക്കുകയാണ് അല്ലേ? 10 അടി ഹൈറ്റിലേക്ക് നമ്മൾ ടൈൽസ് വെച്ചിരിക്കുകയാണ്. 10 അടി ഹൈറ്റിലും കൊടുത്തിരിക്കുകയാണ്. 10 അടി ഹൈറ്റിൽ 2-4 വലിയ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ക്ലോസറ്റ് ഏത് കമ്പനിയുടെ? ജോൺസന്റെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? സിറയുടെ ആണ്. സിറയാണ്. അതുപോലെ ജോൺസന്റെ ഇതും. നമ്മുടെ ഏതൊരു സൈഡിലായാലും നമ്മൾ കൊടുത്തിരിക്കുന്ന ആ വിൻഡോ ശരിക്കും പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്ന ആ പച്ചപ്പുണ്ടല്ലോ, ആ ഗ്രീനറി, അത് നമുക്ക് എന്തൊരു
മനസ്സിന് ഒരു നല്ലൊരു കുളിർമ തരുന്ന ഒരു കാഴ്ചയാണെന്നറിയോ. ഏത് ഭാഗത്ത് നിന്ന് നല്ല കാറ്റ് കിട്ടും എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഓരോ വിൻഡോയും ഓരോ ഡോറും ഈ റൂമിന് കൊടുത്തിരിക്കുന്നത്. ഡോറിലായിക്കോട്ടെ മറ്റെന്തിലും ആയിക്കോട്ടെ. പിന്നെ നമുക്ക് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫുള്ളി വുഡൻ വർക്കാണ് ഈ അലമാരയ്ക്ക് ചെയ്തിരിക്കുന്നത്. എന്താ രസം! സത്യം പറഞ്ഞാൽ ഈ ഒരു കളർ സിലക്ഷൻ നമുക്ക് ഒരു സ്ഥലത്തും ഇന്ന് വരെ ഞാൻ പോയിട്ട് കണ്ടിട്ടേയില്ല. അത്ര അടിപൊളിയായിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. കാരണം ഇത് നമുക്ക് മറ്റെവിടെയെങ്കിലും ഈ പുല്ലിൻ്റെയൊക്കെ തലോടലൊക്കെ ഏറ്റി ചെന്നിരിക്കുന്ന ആ ഒരു ഫീല് ശരിക്കും അതുപോലത്തെ പുല്ലൊക്കെ ചേട്ടൻ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അടിപൊളിയായിരിക്കും. ആ കാറ്റ് കൂടി കിട്ടിയാൽ. എക്സോസ്റ്റ് ഉണ്ട്, പക്ഷെ പോരാ, ഇങ്ങോട്ട് കൂടി കിട്ടണമായിരുന്നു. ഇത് 4ാമത്തെ ബെഡ്റൂമാണ്. ഇവിടെ ഗസ്റ്റ് റൂം പോലെ. മുകളിലിപ്പം നമ്മൾ 4 ബെഡ്റൂമാണ് കണ്ടത്. ഇത് 4ാമത്തെ ബെഡ്റൂമാണ്. അപ്പോൾ താഴെ എത്ര ബെഡ്റൂം ഉണ്ട്? 2 ബെഡ്റൂം. അപ്പോൾ മൊത്തത്തിൽ 6 ബെഡ്റൂം. നല്ല രീതിയിലാണ് അതിൻ്റെ ടൈൽസ് വർക്കായാലും എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്? അപ്പോൾ ചേട്ടാ, ഇതാണ് ശരിക്കും ചേട്ടൻ ഉദ്ദേശിച്ചത് കിച്ചൺ അല്ല. ശരിക്കും ഇത് ഞാൻ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്ന ഇതൊരു പാൻട്രിയാണ്. അതായത് ഈ മുകളിൽ താമസിക്കുന്ന റൂംസിൽ താമസിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും ചെറുതായിട്ട് വെള്ളം ചൂടാക്കണം, മറ്റു കാര്യങ്ങൾക്കോ എപ്പോഴും താഴോട്ട് ഇറങ്ങി പോകേണ്ട ഒരു ആവശ്യം വരും. അത് തീർച്ചയായിട്ടും ഒഴിവാക്കാം. നമുക്ക് ഇവിടെ ഇപ്പോൾ ഇത് കൊടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ? നമ്മൾ വെള്ളം ചൂടാക്കാൻ ഇലക്ട്രിക്കിൻ്റെ ഓവൻ വേണമെങ്കിൽ ഓവൻ വെക്കാം. ഇവിടെ ചെറിയൊരു പാസേജിൽ തന്നെ ഇവിടെ നമ്മൾ ഈ പാസേജിൽ തന്നെ വാഷ് ബേസിനും കൊടുക്കും. ചെറിയ വാഷ് ബേസിനും ഗ്ലാസ്. എങ്ങനെയുണ്ട് ക്രിസ്റ്റഫർ കൺസ്ട്രക്ഷൻ്റെ? നമ്മൾ പറയുന്ന ടൈമിങ്ങിൽ നമ്മൾ പേയ്മെന്റ് കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ ചെയ്ത് തീർത്ത് തരും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥമുണ്ട്. അപ്പം എല്ലാ ദിവസവും വന്ന് ചിലവരെ കണ്ടൊക്കെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ എല്ലാ ദിവസവും വന്ന് കറക്റ്റാണോ എന്ന് നോക്കും, വർക്ക് ചെക്ക് ചെയ്യും. നമ്മളിപ്പോൾ 6 മന്താണ് പറഞ്ഞത്, നമുക്ക് 5 മന്ത് 15 days നമുക്ക് തീർത്ത് തന്നു പണി. 5 months 15 days തീർത്ത് തന്നു. 6 മന്താണ് പറഞ്ഞത്, അഗ്രിമെന്റ് എഴുതിയത്. അവർ തീർത്ത് തന്നു. 6 മാസം പറഞ്ഞു, 5 മാസത്തിൽ 5.5 മാസം കൊണ്ട്. പിന്നെ പണിയെല്ലാം അവർ കൃത്യമായിട്ട് നോക്കി എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കും. ഓരോ ഇവിടുത്തെ കുറേ ഡിസൈൻ ചെയ്ത് കൺട്രാക്ടറിന്റെ കുറച്ച് ഇതിലാണ്, ഐഡിയയിലാണ്. അങ്ങനെ കുറച്ച് അതിമനോഹരമാക്കാൻ വേണ്ടി നമുക്ക് ഐഡിയ പറഞ്ഞു തരും. അത് ചെയ്യും. പിന്നെ മരത്തിന്റെ ആണ് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ മോഡലായിട്ടല്ല കൊടുക്കാതെ സ്ട്രോങ് എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിത് കൂടുതലും കൺട്രാക്ടറിന്റെ കുറച്ച് അഭിപ്രായത്തിൽ കൂടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ ഞാൻ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെയും ഞാൻ കണ്ട ഒരു കാഴ്ച അത് തന്നെയാണ്. സെക്യൂരിറ്റിയാണ്, സേഫ്റ്റിയാണ്, സ്ട്രോങ് ആണ്, സെറ്റാണ് മൊത്തം. വീട് അടിപൊളി.